നമസ്കാരം, എല്ലാവർക്കും സ്വയംവരം സീരിയലിന്റെ ഏറ്റവും പുതിയൊരു വിശേഷത്തിലേക്ക് സ്വാഗതം. അങ്ങനെ രാഖിയുടെ അസുഖത്തെപ്പറ്റി ഡോക്ടർ വിശദമായി രാഖിയോട് പറയുന്നു. അത് അറിഞ്ഞതിന് ശേഷം രാഖിയിൽ വലിയ മാറ്റങ്ങൾ വരിക കേട്ടോ ചെയ്യുന്നത്. രാഖിയോട് ഡോക്ടർ പറയുന്നുണ്ട് സന്തോഷമായിട്ട് ജീവിക്കണമെന്നും മറ്റുള്ളവർ പറയുന്നത് കേട്ട് സ്വന്തം ജീവിതം നശിപ്പിക്കരുതെന്നും ഒക്കെ പറയുന്നു കേട്ടോ. എന്താണ് രോഗമെന്ന് മാത്രം പറയുന്നില്ല, എന്തായാലും ഒരു കാര്യമായ രോഗം തന്നെ രാഖിക്ക് ഉണ്ട് എന്നുള്ളതിലൊരു സംശയമില്ല. പിന്നീട് ഇവിടെ തുളസി അമ്മിണിയമ്മയ്ക്കിട്ട് കണക്കിന് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. തള്ളെ, നിങ്ങൾ ഒറ്റടുത്തി കാരണമാണ് രാജീവൻ സാറും രാഖിയും തമ്മി പിരിയാനായിട്ട് കാരണം. നിങ്ങളും ആ രാജേന്ദ്രൻ സാറുമാണ് എരുതിയിൽ എണ്ണ ഒഴിച്ചതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇങ്ങനെ നോക്കുക കേട്ടോ ചെയ്യുന്ന അമ്മിണിയമ്മ. അതൊക്കെ അങ്ങനെ നടക്കുവാണ്ടി ഇതൊക്കെ കാണുന്നതിൽ എൻ്റെ രസമെന്നൊക്കെ പറയുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ തന്നെ രാഖി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ രാഖി കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. എല്ലാവരും കൂടെ ഞങ്ങളെ ഇട്ട് തല്ലിപ്പിച്ച് അതെല്ലാം കണ്ട് രസിക്കുകയായിരുന്നു എന്നുള്ള കാര്യം രാഖിക്ക് ബോധ്യപ്പെടുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ പല സത്യങ്ങളും രാഖിയുടെ മുമ്പിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇത് കാണുന്ന തുളസി ഒന്ന് ഞെട്ടുന്നുണ്ട്. അമ്മിണിയമ്മ വീണ്ടും കുറ്റങ്ങൾ പറയുമ്പോൾ അതും രാഖി നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടനെ രാഖി പറയുന്നുണ്ട്, എല്ലാം എനിക്ക് മനസ്സിലായി, നിങ്ങളൊക്കെ എൻ്റെ ചോറ് നിന്ന് എനിക്ക് തന്നെ എതിരായിട്ടായിരുന്നല്ലേ ഇത്രയും നാളും നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. നിങ്ങളൊക്കെ ചെയ്തത് ഞാൻ മനസ്സിലാക്കാതിരുന്ന എൻ്റെ തെറ്റ്, ഇനി വേറെന്ത് പറയാനാണെന്നും രാഖി പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ആരതിയാണെങ്കിൽ ആ കാര്യം അറിയാണ്, കാരണം രാഖി ഡിവോഴ്സിന് തയ്യാറായി എന്നുള്ളത് കേട്ടോ. ലളിതാമ്മ തന്നെയാണ് ആരതിയോടത് പറയുന്നത്. അപ്പോൾ ആരതി മനസ്സിൽ കരുതുന്നുണ്ട് ഇനി ഒരിക്കലും അവരെ തമ്മിൽ പിരിക്കൽ, സത്യങ്ങളെല്ലാം രാഖി അറിയണമെന്ന്. പിന്നീട് അന്ന് തന്നെ ആരതിയാണെങ്കിൽ രാഖിയുടെ അടുക്കിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ ഡിവോഴ്സിന് തയ്യാറായി എന്ന് ഞാൻ അറിഞ്ഞു, അതുകൊണ്ടാണ് വന്നതെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അമ്മ പറഞ്ഞിരുന്നു ചേച്ചിയോടൊന്ന് സംസാരിക്കണമെന്ന്. ഇനി സംസാരിച്ചിട്ട് എന്തിനാണെന്ന് വെച്ചിട്ടാണ് ഞാൻ ചേച്ചിയെ വിളിക്കാതിരുന്നതെന്ന് പറയുന്നത്. എന്നാൽ നിനക്ക് തെറ്റി, നീ എന്നോട് സംസാരിക്കണമായിരുന്നു. പക്ഷെ ഞാൻ തന്നെ അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്ന്. നിങ്ങൾ ഒരിക്കലും പിരിയാനായിട്ട് പാടില്ല മോളെ. നിങ്ങളെ തമ്മിൽ പിരിക്കാനായിട്ട് നോക്കുന്നത് ആരാണ്? നിന്റെ കൊച്ചേട്ടനാണ് ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത്. അയാളാണ് നിങ്ങളുടെ കഥയിലെ ഏറ്റവും വലിയ വില്ലനെന്നും ശാരികയെ തേടി അയാളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും ശാരികയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ എൻ്റെ ഭർത്താവും നിന്റെ കൊച്ചേട്ടനുമായ രാജേന്ദ്രൻ തന്നെയാണെന്ന് പറയാട്ടോ ചെയ്യുന്നത്. കേൾക്കുന്ന രാഖി ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്താ ചേച്ചി ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയാൻ ചോദിക്കുമ്പോൾ, എൻ്റെ ഭർത്താവിനെ പറ്റി ഞാനെന്തിനാണ് കള്ളം പറയുന്നത്? ഞാനും അയാളും തമ്മിൽ എന്തിനാണ് പിരിഞ്ഞ് ജീവിക്കുന്നത്? ഞാൻ വെറുതെ ഒന്നും ഇത് പറയുന്നതല്ല, നീ ഈ തെളിവുകൾ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കയ്യിലുള്ള ഞെട്ടിക്കുന്ന തെളിവ് എടുത്ത് വെച്ച് കാണിച്ചു കൊടുക്കുക കേട്ടോ ചെയ്യുന്ന രാഖിക്ക്. ഇത് കാണുന്ന രാഖി അന്തം വിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് ചേച്ചി ഈ കാണുന്നതെന്നുള്ള രീതിയിൽ നോക്കുന്നുണ്ട് കേട്ടോ. ഇനിയെങ്കിലും നീ മനസ്സിലാക്കണം, ഇത് ഞാൻ നിന്നോട് പറയാതിരുന്നത് എൻ്റെ ഭർത്താവ് പോയില്ലോ അയാൾ, അതുകൊണ്ടാണ്. പക്ഷേ ഈ നിന്റെ ജീവിതം തകരുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ പറയുമെന്ന് പറഞ്ഞില്ലേ, ഞാൻ എപ്പോഴും സംസാരിക്കുന്ന തെളിവുകളിലൂടെയാണ്, ഇത് മാത്രം നിനക്ക് മതിയാകുമെന്ന് പറയുന്നത്. ഇത് കാണുന്ന രാഖി പൊട്ടിക്കരയാട്ടോ ചെയ്യുന്നത്. ശാരികയുമായിട്ടുള്ള ആ രാജേന്ദ്രൻ്റെ ബന്ധം വ്യക്തമാക്കുന്ന വീഡിയോ തന്നെയാണ്. അതുപോലെ തന്നെയാണ് നിന്റെ ജീവിതത്തിൽ രാജീവനെതിരായിട്ട് നടന്ന പല കാര്യങ്ങളും, അതെല്ലാം ഊതി പെരിപ്പിച്ച് നിങ്ങളെ തല്ലിക്കാൻ നോക്കുന്നത് നിന്റെ കൊച്ചേട്ടൻ തന്നെയാണ്. നിന്റെ കൊച്ചേട്ടൻ്റെ ചതി തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ. അയാൾക്ക് എല്ലാവരെയും നശിപ്പിക്കണം, അയാൾക്ക് മാത്രം രക്ഷപ്പെടണമെന്നാണ് ആഗ്രഹം. ഇപ്പൊ ശാരികയുടെ പിറകെ നടക്കുകയാണ്, അവളുടെ കോടിക്കണക്കിന് സ്വത്തുക്കൾ സ്വന്തമാക്കുന്നതിന് വേണ്ടി. ഇനിയെങ്കിലും നീ ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ നിന്റെ ജീവിതം ഇല്ലാതെയാകുമെന്നും പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് വീണ്ടും രാജേന്ദ്രൻ വരുമ്പോഴത്തേക്കും രാഖിയാണെങ്കിൽ രാജീവനോട് സംസാരിക്കാനായിട്ട് അതെല്ലാം ഒന്ന് പറഞ്ഞ് തീർക്കാനായിട്ട് നോക്കുമ്പോൾ സമയത്ത് തന്നെ രാജേന്ദ്രൻ വരുന്നുണ്ട്. അപ്പോൾ ഉടനെ രാഖിയോട് രാജേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഇവൻ എന്തിനാ നിന്നോട് സംസാരിക്കാനായിട്ട് വരുന്നത്? ഇവൻ വീണ്ടും നിന്നെ ഉപദ്രവിക്കാൻ വന്നതാണോ? നീ ഇവളെ കൊല്ലാൻ വരെ നോക്കും, അതെനിക്ക് അറിയാമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. ഇത് കേൾക്കുന്ന രാഖിക്ക് കലി അങ്ങോട്ട് കയറുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ രാഖി പറയുന്നുണ്ട്, ആരാണ് ആരെ നശിപ്പിക്കാൻ നോക്കുന്നു എന്നൊക്കെ എനിക്ക് വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞു. ഇനി കൊച്ചേട്ടൻ ഇങ്ങോട്ടേക്ക് വരണമെന്നില്ല, നിങ്ങളെ കൊച്ചേട്ടാന്ന് വിളിക്കാൻ പോലും എനിക്ക് നാണക്കേടാണ്. നിങ്ങൾ ഒറ്റത്തനാണ് എന്നെയും രാജീവേട്ടനെയും ശാരികയും തമ്മിൽ പിരിക്കാനായിട്ട് നോക്കിയത്. എന്നിട്ടിപ്പോൾ വീണ്ടും വന്നിരിക്കുവാണോ എന്ന് ചോദിക്കട്ടോ ചെയ്യുന്നത്. എല്ലാ സത്യങ്ങളും എനിക്ക് മനസ്സിലായെന്ന് പറയുക. അപ്പോൾ ഇവനായിരിക്കും നിന്നോട് ഈ കള്ളക്കഥയൊക്കെ പറഞ്ഞു, ഞാൻ ഇവനെ ശരിയാക്കുമെന്ന് പറഞ്ഞ് രാജീവൻ്റെ കുത്തിന് പിടിക്കുമ്പോൾ രാഖി ഉടനെ തന്നെ തടഞ്ഞിട്ട് പറയുന്നു, തൊട്ടു പോകരുത് എൻ്റെ രാജീവേട്ടനെ തൊട്ട് കഴിഞ്ഞാൽ ഇനി നിങ്ങൾ വിവരം അറിയുമെന്നും എല്ലാ സത്യങ്ങളും എനിക്ക് ബോധ്യപ്പെട്ടു എന്നും അതുകൊണ്ട് തന്നെ ഇനി നിങ്ങളുടെ ഒരടവ് ഇവിടെ നടക്കില്ലെന്നും നിങ്ങളെ ഞാൻ എണ്ണിക്കുമെന്നും രാഖി രാജേന്ദ്രൻ്റെ മുഖത്തടിച്ച് തന്നെ പറയുന്നു കേട്ടോ. നാണം കെട്ട് രാജേന്ദ്രൻ.